ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ മോൾക്കുണ്ടാവും. അത് മതി അമ്മ. ഞാൻ അമ്മയോട് അവസാന യാത്ര പറയാൻ പോവാ. ഇനി ഒരിക്കലും തിരിച്ചു വരവില്ലാത്തൊരു യാത്ര. ഗോപാലേട്ട, ഒന്ന് സിത്താര മേഡത്തിനെ വിളിച്ചു ചോദിക്ക്. അവളെ ചതിക്കല്ലേന്നൊന്ന് പറഞ്ഞു നോക്ക്. വിളിച്ചിട്ട് ഒരു കാര്യമില്ല സുനന്ദേ. ഞാനേ അമ്മ ഉണർത്തുന്നില്ല. അമ്മ ഉണർന്ന് എന്നെ നോക്കി ചിരിച്ച പിന്നെ അമ്മയെ വിട്ടുപോവാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വായിക്കും മോളെ. എന്താ മോളെ നീ കാണിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? എന്തിനാ നീ അമ്മയുടെ കാല് തൊട്ട് കരയുന്നേ? ഗോപാല, എന്താ ഇതൊക്കെ? തങ്കം, കൃഷ്ണയ്ക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടി. അതിന്റെ അനുഗ്രഹം വാങ്ങിക്കുക അവള്. നേരാണോ മോളെ? അമ്മ ഉണർത്തണ്ടെന്ന് കരുതിയിട്ടാ. അതെന്തിനാ അങ്ങനെ കരുതിയേ? നിനക്ക് ജോലിക്കയറ്റം കിട്ടിയെന്ന് പറഞ്ഞാല് അമ്മയ്ക്കത് സന്തോഷമുള്ള കാര്യമല്ലേ മോളെ? വാ, ഇനി വാ. അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ മോൾക്കുണ്ടാവും. അത് മതി അമ്മ. എന്നാ ഞാൻ പോട്ടെ. ഗോപാലം അമ്മ, സുനന്ദേച്ചി, അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം കേട്ടോ. പാവം, സന്തോഷം വന്നാലും സങ്കടം വന്നാലും കരച്ചില് തന്നെ. ദൈവത്തിന്റെ അനുഗ്രഹം അവൾക്കുണ്ട്, അല്ലേ ഗോപാല? ഉണ്ടാവും തങ്കം. അവൾക്ക് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ദൈവം കാക്കും കൃഷ്ണമോളെ.
ഒരു സംശയവും വേണ്ട. ശത്രുവിന്റെ മരണം ഇന്ന് തന്നെ സംഭവിക്കും. വിവാഹ ചടങ്ങുകൾ തീരും വരെ ഈ ഹോമകുണ്ഡം അണയാതെ എരിഞ്ഞുകൊണ്ടേയിരിക്കും. ശത്രുവിന്റെ മരണം ഉറപ്പാക്കിയിട്ട് മാത്രമേ ഈ ഹോമകുണ്ഡത്തിലെ തീ അണയൂ. പോരെ? മതി. വിവാഹ മണ്ഡപത്തിൽ നിന്ന് അവൾ ജീവനോടെ പുറത്തു വരരുത്. അത്രേ ഉള്ളൂ. മൂർത്തികൾ ചതിക്കില്ല. ഇത്രയും കാലത്തെ ഉപാസനകൾ വെറുതെ ആവില്ല. കാലങ്കോഴികളുടെ കൂവലുകൾ നാം കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. യമധർമ്മന്റെ വരവിന് സമയമായിരിക്കുന്നു. ഒരു കാറ്റുപോലെ അവളെ മരണം വന്ന് പൊതിയും, കൂട്ടിക്കൊണ്ടുപോകും. എന്താ നന്ദ, എന്താ നീ ഇങ്ങനെ എന്നെ സൂക്ഷിച്ചു നോക്കുന്നേ? നവീന്റെ വിവാഹ ദിവസമായിട്ട് പോലും അമ്മയ്ക്കൊരു മനംപ്രയാസവും കാണുന്നില്ലല്ലോ. വിവാഹമല്ലേ, അത് സന്തോഷമുള്ളൊരു ചടങ്ങല്ലേ, അതിനെന്തിനാ മനപ്രയാസം? കുറച്ചു ദിവസമായിട്ട് അമ്മയെല്ലാം മറന്ന പോലെയാ പെരുമാറുന്നേ. ശാപത്തിന്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ അതോ പറഞ്ഞിട്ട് പ്രയോജനം ഇല്ലാന്ന് കരുതിട്ടോ? ഒരുപക്ഷെ വിവാഹ മണ്ഡപത്തിൽ തന്നെ ഗാഥമോളുടെ മരണം സംഭവിക്കാമെന്ന് അമ്മയ്ക്കറിയില്ലേ? മരണം സംഭവിക്കില്ല നന്ദ. കാരണം കതിർ മണ്ഡപത്തിൽ ഗാഥയുണ്ടാവില്ല. അമ്മ എന്താ ഈ പറയുന്നേ? ഗാഥയില്ലാതെ? നവീന്റെ വിവാഹം നടക്കും. കതിർ മണ്ഡപത്തിൽ അവൻ ഒരു പെൺകുട്ടിയെ താലി കെട്ടുകയും ചെയ്യും. പക്ഷേ അത് ഗാഥയായിരിക്കില്ല. അമ്മേ, നീ എന്നോട് ചോദിച്ചില്ലേ കുറച്ചു ദിവസമായി അമ്മയെല്ലാം മറന്നതുപോലെയാണല്ലോന്ന്? മറന്നു, അത് തന്നെയാണ് സത്യം. അമ്മേ, എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സിദ്ധൻ എന്തെങ്കിലും പ്രതീക്ഷകളെ തന്നോ അതോ പൂജകൾ എന്തെങ്കിലും? അല്ല, എന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ നമ്മൾ തെരഞ്ഞു നടന്ന ആ പെൺകുട്ടി ഇപ്പൊ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവളുടെ പേര് കൃഷ്ണേന്നാ.